ഇന്നലെ രാവിലെ പത്രത്തിലൊരു വാർത്ത കണ്ടു. എന്താണെന്നറിയോ? ഒരു നവവധു ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ്, ഒരുപാട് ജീവിതം ബാക്കിയുള്ളതാണ്, അത്രയ്ക്കുള്ള കുഞ്ഞു പ്രായമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ കുഞ്ഞിന് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യ എന്നൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് ഇന്നലെ മുഴുവൻ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ തോന്നി ഈ ഒരു വിഷയം അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ എന്ന്. ഇങ്ങനൊരു വിഷയം എടുക്കുന്നതിന് പ്രചോദനമായത് ആ ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, അല്ലെങ്കിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് വളരെ വേഗം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു വർഷം 8 ലക്ഷത്തിലധികം ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ, അതിലെ കണക്കുകൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര വേഗം ഇങ്ങനെ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ അതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, വിഷാദം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ലഹരി മരുന്നുകളുടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യം, മയക്കുമരുന്ന്, സിഗരറ്റ് വലിക്കുക, പ്രണയനൈരാശ്യം, പരീക്ഷയെ പേടിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് പറയാറുണ്ട്. പിന്നെയുള്ള പറയുന്നത് അടുത്ത ബന്ധുക്കളുടെ മരണം, അതല്ലെങ്കിൽ ഏജ്ഡായ ആൾക്കാരും ഒരുപാട് പേര് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതിന് അവർ ചിന്തിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഏജ്ഡായല്ലോ, ഇത്രയും പ്രായമായി, ഞാൻ ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആകരുത് എന്നൊരു ചിന്തയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും വളരെയധികം ചെറിയ കുട്ടികളിൽ, അടുത്തിടെ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്, മൊബൈൽ ഫോൺ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിന് 10 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. 10 വയസ്സുള്ളൊരു കുഞ്ഞിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ എനിക്കൊരിക്കലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ഞെട്ടിപ്പോയി. 10 വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയ കുട്ടിയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സാധാരണക്കാർ മാത്രമല്ല, സാമ്പത്തികമായും അല്ലെങ്കിൽ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോയ ആൾക്കാരാണ്. അവരിൽ ചിലരുടെ പേര് ഞാൻ പറയാം. ഇപ്പോൾ ജർമ്മൻ സ്വേച്ഛാധിപതിയായിരുന്ന ഹിറ്റ്ലർ, സാഹിത്യകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേ, ചിത്രകാരനായ വിൻസെൻ്റ് വാൻഗോഗ്, പിന്നെ വേലുത്തമ്പി ദളവ, നോവലിസ്റ്റ് നന്ദനാർ, കവി ഇടപ്പള്ളി രാഘവൻ പിള്ള, സോക്രട്ടീസ്, വെർജീനിയ വുൾഫ് സാഹിത്യകാരിയാണ്. പിന്നെ സിനിമാ താരങ്ങളായ മയൂരി, സിൽക്ക് സ്മിത, ശോഭ, ശ്രീനാഥ്, സന്തോഷ് ജോഗി, ഇങ്ങനെ ആ ഒരു പ്രമുഖരുടെ പട്ടിക നീണ്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പേര് പറയാൻ കാരണം, ഒരിക്കലും സമൂഹത്തിലുള്ള സ്ഥാനമോ സാമ്പത്തികമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ അറിവോ വിദ്യാഭ്യാസമോ ഇതൊന്നും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഒരു ഫാക്ടറേ അല്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും അറിവുള്ള ആൾക്കാർ പലരും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 20% പേര് ഒരിക്കൽ പരാജയപ്പെട്ടാൽ വീണ്ടും അത് ചെയ്യുമെന്നും അവർ ഏത് രീതിയിലും അവർ വിചാരിച്ച കാര്യം നടത്തും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ, മദ്യം, സിഗരറ്റ് വലി, പിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ആൾക്കാർ, പിന്നെ ഡിപ്രഷൻ, കഠിനമായ വേദനയുള്ള ക്യാൻസർ പോലുള്ള വേദനയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും ഭേദമാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ അസുഖങ്ങളുള്ളവർ, ഇവരൊക്കെയാണ് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് ആത്മഹത്യ എന്നൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവില്ലാത്തതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ മുമ്പുണ്ടായിരുന്ന ശേഷികൾ നഷ്ടപ്പെട്ടതാണ്, അതുമല്ലെങ്കിൽ മനഃശാഞ്ചല്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണ് ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായമായവരുടെ ചിന്ത എനിക്കിനി ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ആർക്കൊരു ബാധ്യത ആകണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഓരോ ആത്മഹത്യയും ആത്മഹത്യ കഴിഞ്ഞു ആ ഒരു കുടുംബം, അത് മാത്രമല്ല ഓരോ വ്യക്തികളും ഇങ്ങനെ ലൈഫിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർ ഒരുപാട് സാമൂഹികവും വൈകാരികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ആ കുടുംബത്തിൽ, സമൂഹത്തിൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും തീരാ നൊമ്പരമാണ്. ഒരിക്കലും ജീവിതത്തിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ അച്ഛനമ്മമാർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയാണ്.
അത്രയ്ക്ക് ആഴത്തിലുള്ള മുറിവാണ് സമ്മാനിച്ചു പോകുന്നത് എന്നാണ് സത്യം. പക്ഷേ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളൊരാളോട് തുറന്ന് സംസാരിക്കുക. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ആരോടായാലും നമ്മൾ പ്രശ്നങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, തുറന്ന് സംസാരിക്കുക. പലർക്കും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മാനസികമായ ആ ഒരു വിചാരങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിക്കാനൊക്കെ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ അത് എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, സാമ്പത്തികം, പരീക്ഷയുടെ പരാജയം, പ്രണയ നൈരാശ്യം, ഡിവോഴ്സ് ആയ പ്രശ്നങ്ങൾ എന്തായാലും അത് ഉറച്ച് വിശ്വസിക്കുക. ഞാൻ മറ്റൊരാളിനോട്, എനിക്ക് ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളിനോട് നമ്മൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർ നമ്മളെ സഹായിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക്, നമ്മുടെ കൂടെ ഉള്ളവർക്ക്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കഴിയും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി അവർക്ക് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, മാനസികാരോഗ്യ വിദഗ്ധരുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അവരുടെ സേവനം തേടാവുന്നതാണ്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും വീട്ടിലുള്ളവരോടോ ഫ്രണ്ട്സിനോടോ പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. അവർ തരുന്ന കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ പറ്റും, നമ്മുടെ ആ ചിന്തകളിൽ നമുക്ക് മുക്തി നേടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ എപ്പോഴാണ് മനസ്സ് പിടിവിട്ട് പോകുന്നതെന്ന് നമുക്ക് മനുഷ്യൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലുള്ള അവസരങ്ങളിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് വളരെ നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുക. രണ്ടാമത്തത്, കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ലൈഫ് സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ജീവിത നൈപുണ്യങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും വളരെ ഫലപ്രദമായി നേരിടാൻ അവരെ സജ്ജീകരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അതിന് പ്രാപ്തരാക്കുന്ന അഡാപ്റ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള കഴിവുകളെയാണ് നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിത നൈപുണ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനത് എല്ലാം അവന് എങ്ങനെ അത് ആർജിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് പാരൻസ് ആയാലും അധ്യാപകരായാലും കുഞ്ഞുങ്ങളോട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, ക്രിയേറ്റീവ് തിങ്കിങ്, പേഴ്സണൽ സ്കിൽസ്, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, സഹിഷ്ണുതയോടെ പെരുമാറുക, അതല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ, ഒരുപാട് ഓവറായിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ അതിനെ അതിജീവിക്കുക, നന്നായിട്ട് ടോളറൻസ് എന്താണെന്ന് പഠിക്കുക, അല്ലെങ്കിൽ ദൃഢതയോടെ, സമചിത്തതയോടെ, ഈക്വൽ മെൻറ്റാലിറ്റിയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. സെൽഫ് അസസ്മെൻറ്റ്, നമ്മളെ വിലയിരുത്തുക, എനിക്കെന്ത് കഴിയും, എനിക്കെന്ത് കഴിയില്ല എന്നുള്ളത്. അത് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ സിമ്പതി, മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെ, ദയവ്, കാരുണ്യം, ഇങ്ങനെയുള്ള മാനുഷിക വികാരങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക. ഇത് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നേരിടാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിന് ഇന്നത്തെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥാനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. തേർഡ് പോയിന്റ്, പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ 20 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്ന പാരൻസ് ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും വലിയൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു വലിയൊരു ചുമടെടുത്ത് ഈ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വച്ചു കൊടുക്കുന്നതിന് പ്രധാനമായും കാരണക്കാർ പാരൻസ് ആണോ, സമൂഹമാണോ, റിലേറ്റീവ്സ് ആണോ? ഇത് പാരൻസ് ഒന്ന് ഈ കാര്യത്തിൽ ഒന്ന് വീണ്ടും വിചാരം നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് വളരെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ആലോചിച്ചാൽ, ഒരുപാട് പഠിച്ച് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് പഠിച്ച് ഔന്നത്യങ്ങളിലെത്തി ഒരു ജോലി നേടിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കേണ്ട, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇനി ലൈഫിൽ എന്തെല്ലാം സന്തോഷങ്ങൾ ബാക്കിയാണ് എന്ന് ഒന്നും മനസ്സിലാക്കാതെ ആ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി എന്നുള്ളതാണ്. ഇത്രയും മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ച സമയത്ത്
സാരമില്ല, ഇത് അവസാന വാക്കല്ല, അല്ലെങ്കിൽ ഇത് നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല, ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരുപാട് വാതിലുകൾ, പ്രതീക്ഷയുടെ ഒരുപാട് വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് പൊങ്ങിപ്പറക്കാൻ ഒരു വലിയ ആകാശമാണുള്ളത്, അതിനുള്ള ചിറകുകൾ നിനക്കുണ്ട്, നിനക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയും എന്ന് മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞ് അതിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ആ സമയത്ത് ആർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു, അല്ലെങ്കിൽ അതിന് ആ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുമായിരുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചാനലുകളിലൊന്നും ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ കുഞ്ഞിനെയും പഠിപ്പിക്കുക, ജയം മാത്രമല്ല, ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ആ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് ബൾബ്, വൈദ്യുത ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എന്നൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ 2774 പരാജയങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വൈദ്യുത ബൾബ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ ഇത്രയും തവണ ഒരാൾ തോറ്റുപോയി, അദ്ദേഹം തോറ്റു പിന്മാറിയിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന് അത് വഴിതെളിക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. 1-2 പ്രാവശ്യമല്ല, 2774 എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ നമ്പറാണെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാം. നമുക്ക് പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതി തോറ്റുപോയി അടുത്ത പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ എവിടെയായിരുന്നു എൻ്റെ പ്രശ്നം, എവിടെയായിരുന്നു എൻ്റെ കുറവുകൾ, എന്തായിരുന്നു എൻ്റെ വീക്ക്നെസ്, അത് ക്ലിയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞിലേ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. പരാജയങ്ങൾ താങ്ങാനുള്ള കഴിവ് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിന് അങ്ങനെ ഒരു കഴിവ്, അതിൻ്റെ ഒരു മനക്കെട്ടി അവർക്ക് ഉണ്ടാക്കി എടുത്തു കൊടുക്കുക. അതിന് പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. 1ാം റാങ്ക് നേടുന്നതോ മെഡലും ട്രോഫിയും മാത്രം നേടുന്നതോ അല്ല ജീവിതം, അല്ലെങ്കിൽ അതിനു മുകളിൽ പരാജയങ്ങൾ നമ്മുടെ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാക്കി സ്റ്റെപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയും നമുക്ക് വിജയിക്കാം എന്നവരെ പറഞ്ഞു മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എനിക്കത്ര സന്തോഷം തോന്നുന്നില്ല ഇങ്ങനൊരു വിഷയം സംസാരിക്കേണ്ടി വന്നതിൽ. പക്ഷെ ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കാണുന്നതിൽ 10 പേർക്കെങ്കിലും ഇങ്ങനെ അവരുടെ മക്കളെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പരാജയങ്ങൾ വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ അവരെ ക്യാപ്പബിൾ ആക്കാൻ കഴിയും എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അറിയിക്കുക. എല്ലാവർക്കും നന്ദി.